കൊച്ചിയിൽ യുവതിയുമായി ശാരീരിക ബന്ധത്തിന് വിസമ്മതിച്ച ഭിന്നശേഷിക്കാരനായ യുവാവിന് അതിക്രൂര മർദ്ദനമേറ്റു. ഹണി ട്രാപ്പിൽ കുടുക്കാൻ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിയാണ് യുവതി ഉൾപ്പെടുന്ന 5 അംഗ സംഘം ഭിന്നശേഷിക്കാരനായ യുവാവിനെ മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ മാസം 22-നായിരുന്നു സംഭവം നടന്നത്. ഭിന്നശേഷിക്കാരനായ യുവാവിനെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയാണ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഹണി ട്രാപ്പിൽ കുടുക്കാൻ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ സംഘം യുവാവ് ശാരീരിക ബന്ധത്തിന് വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. യുവതി ഉൾപ്പെടെ 5 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംഭവത്തിൽ 2 പേർ പിടിയിലായി. 1-ാം പ്രതിയായ സഫ്ന ഉൾപ്പെടെ 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. സാമൂഹിക മാധ്യമത്തിലൂടെ കുറച്ചു കാലമായി പരിചയമുള്ളയാളാണ് കൊല്ലം നല്ലില സ്വദേശിയായ യുവാവും സഫ്നയും. സംഭവ ദിവസം വൈകിട്ട് ഒരുമിച്ച് പുറത്തു പോകാമെന്ന് തീരുമാനിച്ചെങ്കിലും യുവതി പനമ്പള്ളി നഗർ സൗത്ത് പാലത്തിനടുത്തുള്ള ലോഡ്ജിലേക്ക് യുവാവിനെ ക്ഷണിച്ചു. തുടർന്ന് വൈകിട്ട് 6:30-യോടെ യുവാവ് ഹോട്ടലിലെത്തി. ഈ സമയം ശുചിമുറിയിൽ ഒളിച്ചിരുന്ന 2 പേരും പുറത്തുനിന്നെത്തിയ 2 പേരും കൂടി മാരകായുധങ്ങളുമായി യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. യുവാവിനെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി സഫ്നയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിന് സമ്മതിക്കാത്തതോടെ പ്രതികൾ മാറി മാറി യുവാവിന്റെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ കൂട്ടത്തിലൊരാൾ ടോർച്ച് ഉപയോഗിച്ച് യുവാവിന്റെ വലതു കൈപ്പത്തിയിൽ അടിച്ചു. തലയ്ക്ക് അടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടതു കൈകൊണ്ട് യുവാവ് തടഞ്ഞു. യുവാവിന്റെ നഗ്നചിത്രങ്ങളും പ്രതികൾ പകർത്തിയതായി FIR-ൽ പറയുന്നു. 24-ന് വൈകിട്ടാണ് യുവാവ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ആംഗ്യഭാഷാ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. പ്രതികൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 92A പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഫ്ന അടക്കമുള്ള പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാണെന്ന് പോലീസ് അറിയിച്ചു. മർദ്ദനത്തിൽ നട്ടലിന് പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ്. ആക്രമണത്തിൽ 2 പേരെ പിടികൂടിയ പോലീസ് ഇവർക്കുമേൽ വധശ്രമ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്.